ബാഹുബലിക്ക് ബദ്രിനാഥിലുണ്ടായ കൊല്ലി ഐറ്റം ഡോക്ടർ അമരേന്ദ്രനാഥ്. ചിലർക്ക് മകനാ, ചിലർക്ക് അച്ഛനാ, ഇടയ്ക്ക് മണ്ടനാ, ഞങ്ങൾക്ക് അണ്ണനാ. എന്താ ഞാൻ ഈ കേട്ടത്? പടത്തിന്റെ പേര് ഡോക്ടർ അമരേന്ദ്രനാഥ് പ്രണയത്തിലാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. തുടക്കം തന്നെ ഇതിൽ അഭിനയിച്ച നടന്മാരുടെ നടന്മാരെ പേരെഴുതി കാണിക്കുന്നുണ്ട്. സ്റ്റാറിംഗ് അല്ലാട്ടോ, സ്റ്റാർട്ടിംഗ് ആണ്. ഹലോ, ആ സിസ്റ്റർ പറയോ. അപ്പൊ കഥയിലേക്ക് വന്നാൽ നമ്മുടെ ദേവിക ചേച്ചിയെ ആരോ ഫോണിൽ വിളിച്ചിരിക്കുകയാണ്. ആ സിസ്റ്റർ പറയോ. പേഷ്യന്റോ? ആ, ഐ സ്റ്റാർട്ട് ചെയ്തു. ആണോ? അതന്നെ കണ്ടിന്യൂ ചെയ്തോ. ഈ ദേവിക ഒരു ഡോക്ടറാണ്. നമ്മുടെ അമരേന്ദ്രനും ഒരു ഡോക്ടറാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത് അങ്ങനെ തന്നെ വരുള്ളൂ. നീ എന്നാ ഡോക്ടറാ? അല്ല, പിന്നെ എന്നാ വേല? പഴയ കാർ വ്യാപാരം. ഇനി എന്താ പരിപാടി അമര? നമുക്കിനി അല്പം മനസ്സ് കണക്കാൻ വേണ്ടി അല്പം വെള്ളം കുടിക്കാം. അപ്പൊ ഇപ്പൊ എന്താ തുണിയില്ലാതാണ് നിക്കണ്? അങ്ങനെ മനസ്സ് തണുക്കാൻ വേണ്ടി വെള്ളം കുടിക്കാനായിട്ട് ഡോക്ടർമാർക്ക് ഇടുന്ന കോട്ടുമിട്ട് സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട് ഡോക്ടർ അമരേന്ദ്രനാഥും ദേവികയും എങ്ങോട്ടോ പോവാണ്. ദേവിക, അമര നമ്മുടെ കല്യാണം എപ്പോഴാ? അമരല്ല, വേണ്ട. അമര നമ്മുടെ കല്യാണം എപ്പോഴാ? ഉടൻ തന്നെ നടത്താം. എനിക്ക് വീട്ടിൽ ആലോചനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, സമ്മതിച്ചേക്ക്, അതാണ് നല്ലത്. വെറുതെ ഭാവി തോലക്കണ്ട. നിന്നെ എനിക്ക് ഇഷ്ടമല്ലേ? അത് അവരോടാണോ ചോദിക്കണത്? ഇയാളിത് ഏതറാ? നിന്നെ എനിക്ക് ഇഷ്ടമല്ലേ? ഉടൻ തന്നെ നടത്താന്നേ, 30 ദിവസം നടത്താം. നിനക്ക് വേണ്ടി ഞാൻ പ്രണയ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. എന്താ അത്? നിനക്ക് വേണ്ടി ഞാൻ പ്രണയ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. ശരിക്കും? ഇതെപ്പോ? മോതിരം. അല്ല, ഈ മോതിരം എന്താ പ്രൈസ് എടുത്തപ്പോ കിട്ടിയതാണോ? ഇതിന് പെട്ടിയൊന്നുമില്ലേ? I love you. ലവ് യു. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. കുറെ നേരമായാലും ഒരുത്തം നോക്കുന്നു. നമുക്ക് പോയാലോ അമര? വേണ്ട, ഞാനുള്ളപ്പോ നീ പേടിക്കണ്ട. അല്ല, കുറച്ച് നേരത്തെ ഒരു പേഷ്യന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടൊന്ന് പോണ്ടേ വെറുതെങ്കിലും? അയാളിങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയാൾ അവിടുന്ന് എണീറ്റിട്ട് തന്നെ ഇല്ല. ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അയാൾ അവിടുന്ന് എണീറ്റ് വരുന്നത്. ഞാനുണ്ടല്ലോ, നീ പേടിക്കണ്ട. ഇയാളുള്ളപ്പോഴാണ് നിങ്ങൾ ശരിക്കും പേടിക്കേണ്ടത്. സാറേ നമസ്കാരം. മേഡം, എന്നെ മനസ്സിലായോ സാറിന്? ദേവിക താരാണ്. അയാള് നിങ്ങളോടാണ് ചോദിച്ചത്, മിസ്റ്റർ അമരേന്ദ്രനാഥ്. എന്നെ മനസ്സിലായോ സാറിന്? ദേവിക താരാണ്. നിന്റെ തന്ത. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ലില്ല, മനസ്സിലായി. അന്ന് തോപ്പുംപടിയിൽ വെച്ചിട്ട് ബൈക്ക് ആക്സിഡന്റ് നടന്നില്ലേ? അത് ഞാനായിരുന്നു സാറേ. ചോരയിൽ കുളിച്ച് കിടക്കണായിരുന്നു. എന്നെ രക്ഷപ്പെടുത്തിയ സാറാണ്. ബൈക്ക് ആക്സിഡന്റിൽ എന്റെ BM ഞാൻ കൊണ്ടുവന്നു. ഇപ്പൊ ഓർക്കുന്നു. നിന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചന്ദ്രനിൽ വരെ ചായ വെക്കവിടാ. മേഡം പുണ്യം ചെയ്താട്ടെ മേഡം. ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളെ കിട്ടാന്ന് പറഞ്ഞാല് തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. കാരണം എന്റെ ജീവിതം മാറ്റിമറിച്ചതാണ്. അല്ല അമരേന്ദ്ര, ഇയാൾക്ക് എത്ര രൂപ കൊടുത്തു? എത്ര ആണെങ്കിലും അത് പോയിണ്ട് കേട്ടോ. തോലിഞ്ഞ അഭിനയം. മേഡം പുണ്യം ചെയ്താട്ടെ മേഡം. കേട്ടാ തന്നെ അറിയാം ആരോ പറഞ്ഞു പഠിപ്പിച്ചേക്കാണെന്ന്. എന്നാ അത് നേരാവണം പഠിച്ചിട്ടുണ്ടോ? അതൊട്ടില്ലേനും. ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളെ കിട്ടാന്ന് പറഞ്ഞാല് ഇയാള് കാര്യം പറയാണോ അതോ പിച്ചെടുക്കണോ? അമ്മാ, എന്തേലും തരണേ, സാറിന്റെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരണേ. കാരണം എന്റെ ജീവിതം മാറ്റിമറിച്ചതാണ്. മേഡം പുണ്യം ചെയ്താട്ടെ മേഡം. ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളെ കിട്ടാന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ വീട്ടില് എന്റെ അമ്മയും എന്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ നഷ്ടപ്പെട്ടു പോയ അവര് ഭയങ്കര പ്രശ്നത്തിലാവും. സാറാണ് എന്റെ ജീവിതം രക്ഷിച്ചത്, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിടുന്നത്. ഞാൻ നഷ്ടപ്പെട്ടു പോയ അവര് ഭയങ്കര പ്രശ്നത്തിലാവും. സാറാണ് എന്റെ ജീവിതം രക്ഷിച്ചത്, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിടുന്നത്. ചോരയിൽ കുളിച്ച് കിടക്കണായിരുന്നു. എന്നെ രക്ഷപ്പെടുത്തിയ സാറാണ്. ബൈക്ക് ആക്സിഡന്റിൽ എന്റെ BM ഞാൻ കൊണ്ടുവന്നു. ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഇന്നായിരുന്നു ഡിസ്ചാർജ്. ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഡിസ്ചാർജിനെ. ദേവിക താരാണ്. ഇതേ സമയം അമരേന്ദ്രന്റെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരികയാണ്. ഇയാളുടെ ഹോസ്പിറ്റലിലൊക്കെ പേഷ്യന്റ് വരിക എന്ന് പറഞ്ഞാൽ ഏത് ഗതികെട്ടവനായിരിക്കും അത്? നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയല്ലേ ഇത്? നമസ്കാരം, ഡോക്ടർ അമരേന്ദ് ഇന്നുണ്ടോ? സാർ ഇന്ന് ലീവായിരുന്നല്ലോ. ദേവിക മേഡം ഉണ്ടോ? രണ്ടുപേരും ഇന്ന് ലീവാ. അത് ശരി. ആരുമില്ലെങ്കിൽ പിന്നെ ഏത് അച്ഛന് വേണ്ടിട്ട് അത് തുറന്നിട്ടിരിക്കണത്? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. ഹലോ സാർ, സീരിയസ് ആയിട്ടൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. സാറിന് വരാൻ പറ്റുമോ? പേഷ്യന്റോ? എമർജൻസി ആണോ? അപ്പൊ സീരിയസ് ആണെന്ന് പറഞ്ഞത് കേട്ടില്ലെന്നാവോ? കരണ്ടാ
കരയണ്ടാ. ആ ഡോക്ടർ അമരേന്ദ് എൻ്റെ കൂടെ ഉണ്ട്. അതറിയാലോ. ഡോക്ടർ എന്താ പ്രശ്നം പറ. എമർജൻസി ആണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ നമ്മൾ ട്രിപ്പോ? ഓ, അപ്പൊ ട്രിപ്പ് പോവാനാണോ ഇവര് ഈ കോട്ടും സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കണത്? ഓ, സമ്മതിക്കണടോ. ഈ ജീനിയസുകളുടെ തലച്ചോറ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടും. കാരണം എന്താണെന്നറിയാമോ? ഇത് അല്പം പോലും ഉപയോഗിക്കാത്ത തലച്ചോറാണല്ലോ. നമ്മുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാണോ? ആ, നമ്മുടെ പേഷ്യൻസ് അല്ലേ നമുക്ക് ഏറ്റവും വലുത്. അതെ. പോവാം നമുക്ക്. വാ. വാ. ഇത് AI ആണോ അതോ മനുഷ്യൻ തന്നെയാണോ ഇത് അഭിനയിച്ചേക്കണത്? ഒരു മാറ്റവും ഇല്ല. എനിക്ക് തോന്നുന്നു AI ആണെങ്കിൽ കുറച്ചുകൂടി നന്നായി ഉണ്ടാവും. നമ്മുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാണോ? ആ, നമ്മുടെ പേഷ്യൻസ് അല്ലേ നമുക്ക് ഏറ്റവും വലുത്. അതെ. പോവാം നമുക്ക്. വാ. വാ. വൈകിട്ട് Patient ഓടെ? വേണ്ട. പേഷ്യന്റ് എന്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പൊ പോയതുള്ളൂ. ഒന്ന് പോടോ. വൈകിട്ട് പേഷ്യന്റോടെ? പേഷ്യന്റ് വിളിക്ക്. പേഷ്യന്റ് ഇത് അവിടെ ഉണ്ട്. എന്താ പറ്റിയ? എന്താന്നറിയില്ല, ഇവൻ മേടിച്ചെന്നാ ഫുഡ് കഴിച്ചപ്പോ തുടങ്ങിയതാ. എനിക്ക് അന്നേരം തുടങ്ങിയതാ. എന്റെ കൂട്ടുകാരനാണ് സാറേ. ഓക്കെ. എനിക്ക് ആകെയുള്ള കൂട്ടുകാരനാ. ഓ, അതുകൊണ്ടായിരിക്കില്ല ചീഞ്ഞ ഫുഡ് വാങ്ങി കൊടുത്തത്. ഡോക്ടർ നോക്കിക്കേ. സർജറി വേണ്ടി വരും അല്ലേ? പറയാല്ലേ അവരോട്. ഇതിപ്പോ പ്രത്യേകിച്ച് അവരോട് പറയണ്ടോ? അവര് നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ നിക്കണത്. അതെ, സർജറി വേണ്ടി വരുമല്ലോ കേട്ടോ പേഷ്യന്റിന്. അപ്പൻഡിസൈറ്റിസ് ആണെന്നാണ് കാണുന്നത്. മാഡം പൈസ ഒന്നുമില്ല, ജോലിയൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാക്കി പുള്ളി ഒരു വാടക വീട്ടിലേക്ക് താമസിക്കണേ. ഈ ജോലിയൊന്നും ഇല്ലാത്ത ആളെങ്ങനെയാണ് വീടിന്റെ വാടക കൊടുക്കണത് എന്നാവോ? ഒന്ന് മേഡത്തും പറഞ്ഞ് മനസ്സിലാക്കി. പൈസ ഇല്ല സിസ്റ്ററെ, എന്താ ചെയ്യണേ? പൈസ ഒന്നും ഇല്ല, എന്താ ചെയ്യാ? പൈസ ഇല്ലെങ്കിൽ വല്ല പിച്ചെടുക്കാൻ പോവാ. പൈസ ഇല്ല സിസ്റ്ററെ, എന്താ ചെയ്യണേ? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും സതീശൻ പേടിക്കണ്ട, എന്റെ റിസ്കിൽ ഞാൻ ചെയ്തോളാം. എന്തോ ഓപ്പറേഷനോ? ആ, നിങ്ങളാണ് ചെയ്യണതെങ്കിൽ അതൊരു വലിയ റിസ്ക് തന്നെയാണ്. എന്റെ റിസ്കിൽ ഞാൻ ചെയ്തോളാം, നിങ്ങളുള്ളപ്പോ കൊടുത്താൽ മതി. ഡോക്ടർ പറഞ്ഞു കേട്ടോ, നിനക്കുള്ളപ്പോ കൊടുത്താൽ മതി. ഡോക്ടർമാര് ഇപ്പൊ പെട്ടെന്ന് ഇയാളുടെ വയറുവേദനയൊക്കെ അങ്ങോട്ട് മാറിട്ടോ. ഇങ്ങനത്തെ ഒരു ഡോക്ടർ വേറെ എവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇയാളുടെ പ്രശ്നം. അതുകൊണ്ടാണ് അയാൾ ഇപ്പൊ കരയണത്. സാറ് ദൈവ അണ്ടിയാണ്. കാരണം പല ഹോസ്പിറ്റലിൽ ചെന്നാലും പൈസ ഇല്ലാണ്ട് പറ്റില്ല. സാറേ നന്ദിയുണ്ട് സാറേ. എല്ലാ ഹോസ്പിറ്റലിൽ പോകുന്നല്ലോ, ഈ ഹോസ്പിറ്റലില് കുറച്ച് പുതുമയുണ്ട്. അതെ, ഈ ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർമാരൊന്നും ഇല്ല. അതാണ് ഇവിടുത്തെ പുതുമ. മാഡം ദൈവ, സാറ് ദൈവ. അപ്പൊ ഇയാളും ദൈവം, ഇവരും ദൈവം. അപ്പൊ രണ്ട് ദൈവോ? എന്തോന്നടേ? കാരണം പല ഹോസ്പിറ്റലിൽ ചെന്നാലും എല്ലാം ശരിയാവും, ടെൻഷൻ ആ, എടുക്കണ്ട കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. ഞാൻ പോയിട്ട് രണ്ടാഴ്ച പോവാം. താങ്ക് യു സാർ. ഓക്കെ. ഇങ്ങനെയായിരിക്കണം ഡോക്ടർമാർ. അതെ അതെ, വയ്യാതെ വന്ന രോഗിക്ക് മരുന്നൊന്നും കൊടുക്കാതെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറയുന്ന ഡോക്ടർ അമരേന്ദ്രനാഥിന്റെ ആ മനസ്സുണ്ടല്ലോ, അതാരും കാണാതെ പോകരുത്. എടോ, അയാൾക്ക് പേരിനെങ്കിലും എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ? ഇനി ഞങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും വല്ല ജംസ് മുട്ടായി എന്തെങ്കിലും കവറിലിട്ട് കൊടുക്ക്. ഞാൻ പോയിട്ട് രണ്ടാഴ്ച പോവാം. ആ, ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഇതോടുകൂടി ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്. ഇതിപ്പോ എന്താ ഞാൻ കണ്ടത്? ഇത് ഷോർട്ട് ഫിലിം ആണോ? എന്റെ മാമന്റെ മോന്റെ മലയാളം ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതിനേക്കാൾ നല്ല കഥ. നിങ്ങൾ ഇടയ്ക്കൊക്കെ അതൊന്ന് വായിക്കി, എന്നിട്ട് അത് വെച്ച് വല്ല ഷോർട്ട് ഫിലിം ഇറക്ക്. ഓരോ അപരാധങ്ങൾ എഴുതി വെച്ചിട്ട് അതിന് വായിക്കൊള്ളാത്ത ഒരു പേര് ഇട്ടോളും. ഡോക്ടർ അമരേന്ദ്രനാഥ് പ്രണയത്തിലാണ്, ഡോക്ടർ അമരേന്ദ്രനാഥ് കക്കൂസിലാണ്. എന്നെ കൊണ്ട് പറയിക്കണോ? ചിലർക്ക് മകനാ, ചിലർക്ക് അച്ഛനാ, ഇടയ്ക്ക് മണ്ടനാ.